നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നത് വീട്ടിൽ നിന്നാണെങ്കിലും ജിമ്മിൽ നിന്നാണെന്നുണ്ടെങ്കിലും സ്ട്രെച്ചിങ് നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് കേട്ടിട്ടുണ്ടാവും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ സ്ട്രെച്ചിങ് എന്താണ്, എന്തൊക്കെ തരത്തിലുള്ള സ്ട്രെച്ചിങ് ഉണ്ട്, എപ്പോഴാണ് സ്ട്രെച്ചിങ് ചെയ്യേണ്ടത്, ഇതെല്ലാം നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോ ഫുഡി. നമുക്ക് തുടങ്ങാം. ക്രിക്കറ്റ് കളിക്കുന്നതിന് മുമ്പേയും ഫുട്ബോൾ ആണെന്നുണ്ടെങ്കിലും അത്ലറ്റ്സ് എല്ലാം കളിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പേ ഗ്രൗണ്ടിൽ കിടന്നിട്ടും നിന്നിട്ടും പലതരത്തിലുള്ള സ്ട്രെച്ചസ് ചെയ്യുന്നത് നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ട്. അവരത് ചെയ്യുന്നത് ഒരു റുട്ടീൻ്റെ ഭാഗമായിട്ടാണ്. അവർ കളിക്കുന്ന സമയത്ത് മസിൽ ഇഞ്ചുറീസ് വരാതിരിക്കാനും അവരുടെ ബോഡി കൂടുതൽ ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. സ്ട്രെച്ചിങ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബോഡിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും കൃത്യമായി സ്ട്രെച്ചസ് ചെയ്യാം. സാധാരണ രീതിയിൽ 2 രീതിയിലുള്ള സ്ട്രെച്ചസ് ആണുള്ളത്. ഒന്ന് ഡൈനാമിക് സ്ട്രെച്ചസ് ആണ്, രണ്ടാമത്തത് സ്റ്റാറ്റിക് സ്ട്രെച്ചസ് ആണ്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും അധികം ആൾക്കാർക്കും അറിയുന്നതും ചെയ്യുന്നതും സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്ട്രെച്ചസ് ആണ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പോസ്ചറിൽ തന്നെ 30 സെക്കൻഡ് മുതൽ 60 സെക്കൻഡ് വരെ ഒരേ പോസ്ചറിൽ നമ്മളുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മുമ്പോട്ട് കുനിഞ്ഞിട്ട് 30 സെക്കൻഡ് നിൽക്കുന്നത്, കുനിഞ്ഞിട്ട് കാല് തൊടാൻ ശ്രമിക്കുന്നത്, അങ്ങനെ 30 സെക്കൻഡ് നിൽക്കുന്നത്, ഒറ്റ കാലിൽ നിന്ന് മറ്റേ കാല് ഫുള്ളായിട്ട് മടക്കി വെച്ച് അത് 30 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുന്നത്, ഇതൊക്കെ സ്റ്റാറ്റിക് സ്ട്രെച്ചസിൻ്റെ എക്സാമ്പിളാണ്. ഡൈനാമിക് സ്ട്രെച്ചസ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. പക്ഷേ ഒരു മസിലിൻ്റെ മാക്സിമം റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് ആ ഡൈനാമിക് സ്ട്രെച്ചിൽ ചെയ്യും. അതൊരു പ്രാവശ്യമല്ല, 8 മുതൽ 10 റെപ്പിറ്റേഷൻസ് വരെയൊക്കെ ചെയ്യുന്നതാണ് ഡൈനാമിക് സ്ട്രെച്ച് എന്ന് പറയുന്നത്. നമ്മളൊരു റബ്ബർ ബാൻഡ് വലിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ച് അതിൻ്റെ നോർമൽ പൊസിഷനിലേക്ക് തന്നെ വരും. പക്ഷേ നമ്മളുടെ മസിൽ വെറും ഇലാസ്റ്റിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ് മാത്രമല്ല, മസിൽസിൽ വിസ്കോ ഇലാസ്റ്റിക് മൂവ്മെൻ്റ് ആണ് നടക്കുന്നത്. കാരണം മസിൽസ് ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യുന്നത്, മസിൽസിൻ്റെ കൂടെ ടെൻഡൻസും ലിഗമെൻസും ജോയിൻറ്റുകൾ ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. മസിൽ എന്ന് പറയുന്നത് വിസ്കോ ഇലാസ്റ്റിക് ആണ്, അതായത് അത് സ്ട്രെച്ച് ചെയ്യുന്നതിനനുസരിച്ച് മസിലിൽ മാറ്റങ്ങൾ വരാം. റബ്ബർ ബാൻഡ് പോലെ വെറും ഇലാസ്റ്റിക് പ്രോപ്പർട്ടി അല്ല മസിലിനുള്ളത്. നമ്മൾ ഓരോ പ്രാവശ്യവും റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്യാൻ നോക്കുന്നതിനനുസരിച്ച് തന്നെ റബ്ബർ ബാൻഡ് ആ സ്ട്രെച്ചിനെ റെസിസ്റ്റ് ചെയ്യും, തിരിച്ച് അതിൻ്റെ നോർമൽ പൊസിഷനിലേക്ക് വരാനാണ് ശ്രമിക്കുക. പക്ഷേ നമ്മൾ ഓരോ പ്രാവശ്യം മസിൽസ് ആണ് സ്ട്രെച്ച് ചെയ്യുന്നതെങ്കിൽ എത്ര കൂടുതൽ തവണ സ്ട്രെച്ച് ചെയ്യുന്നോ അതിനനുസരിച്ച് മസിലിൻ്റെ ലെങ്ത്ത് മെല്ലെ മെല്ലെ കൂടി വരികയാണ് ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് നടക്കുന്നതല്ല, പക്ഷേ സ്ലോലി ഗ്രാജുവലി മസിലിൻ്റെ ലെങ്ത്ത് കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മസിലിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ റേഞ്ച് ഓഫ് മൂവ്മെൻ്റ് ആണ് കൂടുന്നത്. നമ്മളുടെ ബോഡി കൂടുതൽ ഫ്ലെക്സിബിൾ ആവുകയാണ് ചെയ്യുന്നത്. സ്ട്രെച്ചിങ് കൃത്യമായിട്ടും റെഗുലറായിട്ടും ചെയ്യുന്നവർക്ക് അതുകൊണ്ട് തന്നെ അവരുടെ ബോഡി കൂടുതൽ ഫ്ലെക്സിബിൾ ആയിരിക്കും. പ്രൊഫഷണൽ അത്ലറ്റ്സ് എല്ലാം സ്ട്രെച്ചിങ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം അതാണ്. സ്ട്രെച്ചിങ്ങിനെ കൊണ്ടുള്ള രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മസിൽസിലും ജോയിൻസിലും ഉണ്ടാവാൻ സാധ്യതയുള്ള ഇഞ്ചുറീസ് കുറയ്ക്കാനും സ്ട്രെച്ചിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അതൊരു കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റാണ്. നിങ്ങൾ ഏത് തരത്തിലുള്ള സ്ട്രെച്ചിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ സ്ട്രെച്ച് ചെയ്താൽ മസിലിന് കിട്ടുന്ന ബെനിഫിറ്റ് ടെമ്പററി ആണ്. അതായത് വെറും 10-20 മിനിറ്റ് സമയത്തേക്ക് മാത്രമാണ് മസിലിൻ്റെ ലെങ്ത് കൂടുന്നതും ഫ്ലെക്സിബിലിറ്റി കൂടുന്നതും. പക്ഷേ നിങ്ങൾക്ക് ഇതേ ബെനിഫിറ്റ് കൂടുതൽ സമയത്തേക്ക് വേണമെങ്കിൽ, പെർമനൻ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ സ്ട്രെച്ചിങ് ചെയ്യണം, കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കണം. കറൻറ്റ് റെക്കമെൻഡേഷൻസ് പറയുന്നത് ഓരോ ദിവസവും 10 മിനിറ്റെങ്കിലും സ്ട്രെച്ചസ് ചെയ്യണം. അങ്ങനെ 2 മാസം എല്ലാ ദിവസവും സ്ട്രെച്ചസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് പെർമനൻ്റ് ആയിട്ട് മസിലിൽ ഉണ്ടാവുന്ന ഈ ബെനിഫിറ്റ്സ് കിട്ടുന്നത്. പക്ഷേ സ്ട്രെച്ചസ് കൂടുതൽ ചെയ്യാനും പാടില്ല. പ്രത്യേകിച്ചും സ്റ്റാറ്റിക് സ്ട്രെച്ചസ് ചെയ്യുന്ന സമയത്ത് 60 സെക്കൻഡിൽ കൂടുതൽ സമയം സ്ട്രെച്ച് ചെയ്ത് പിടിക്കരുത്. കൂടുതൽ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാലും അതിനെക്കൊണ്ടും മസിൽ ഇഞ്ചുറീസ് ഉണ്ടാവാം. നിങ്ങൾ കൂടുതൽ സ്ട്രെച്ച് ചെയ്യുന്നതിനനുസരിച്ച് മറ്റൊരു മാറ്റം കൂടി നിങ്ങളുടെ മസിലിൽ വരുന്നുണ്ട്. നമ്മളുടെ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡ് വഴി പലതരത്തിലുള്ള നെർവ്സ് ആണ് ഈ മസിൽസിലേക്ക് പോകുന്നത്. മസിലിൽ അനുഭവപ്പെടുന്ന പെയിനും ഇതേ നെർവ്സ് വഴിയാണ് തിരിച്ച് ബ്രെയിനിലേക്ക് എത്തുന്നത്. കൃത്യമായി റെഗുലറായി സ്ട്രെച്ച് ചെയ്യുന്നവർക്ക് പെയിനിൻ്റെ ത്രെഷോൾഡ് കൂട്ടാൻ സാധിക്കും. അതായത് കൂടുതൽ പെയിന് സഹിക്കാനുള്ള കഴിവും അവർക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് സ്ട്രെച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം 30 സെക്കൻഡ് സ്ട്രെച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നിങ്ങൾ കൺസിസ്റ്റൻ്റായി 2 മാസം 3 മാസമൊക്കെ സ്ട്രെച്ചസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 30 സെക്കൻഡ് എളുപ്പമായിരിക്കും, 60 സെക്കൻഡൊക്കെ ഈസിലി അച്ചീവബിൾ ആയിരിക്കും. കാരണം നിങ്ങളുടെ പെയിനിൻ്റെ ത്രെഷോൾഡ് മെല്ലെ മെല്ലെ കൂടി വരികയാണ് ചെയ്യുന്നത്. പെയിനിൻ്റെ ത്രെഷോൾഡ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെച്ചസ് ചെയ്യാം, നിങ്ങളുടെ മസിൽസ് വീണ്ടും ഫ്ലെക്സിബിൾ ആവുകയാണ് ചെയ്യുന്നത്. എല്ലാ തരത്തിലുള്ള സ്ട്രെച്ചിങ്ങും നമ്മളുടെ മസിൽ ഇഞ്ചുറീസ് കുറയ്ക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ്, മാരത്തോൺ ഒക്കെ ഓടുന്നവർക്ക് അവരുടെ ബോഡിയിൽ ചെറിയ രീതിയിലുള്ള മൂവ്മെൻറ്റ് മാത്രമേ നടക്കുന്നുള്ളൂ, റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് കുറവാണ്. ഇങ്ങനെയുള്ളവർക്ക് സ്ട്രെച്ചസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചുറീസ് കുറയ്ക്കാൻ പറ്റുമെന്ന് പറയാൻ സാധിക്കില്ല, പക്ഷെ അവരുടെ ബോഡി ഫ്ലെക്സിബിൾ ആക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഏത് തരത്തിലുള്ള സ്ട്രെച്ചിങ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്, എത്ര സമയമാണ് ചെയ്യേണ്ടതെന്നുള്ളതും ഓരോരുത്തർക്കും വ്യത്യാസമുണ്ടാവും. നമ്മളുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ഗോൾസ് വ്യത്യാസമുണ്ട്. നമ്മൾ ഓരോരുത്തരും എക്സസൈസ് ചെയ്യുന്നതിൻ്റെ പർപ്പസും അതും വ്യത്യാസമുണ്ട്. അതിനനുസരിച്ച് സ്ട്രെച്ചസും നമുക്ക് വേറെ വേറെ രീതിയിലാണ് ചെയ്യേണ്ടത്. ജനറൽ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ അമേരിക്കൻ കോളേജ് ഓഫ് സ്പോർട്സ് മെഡിസിൻ പറയുന്നത് ഒരാഴ്ചയിൽ 2 മുതൽ 3 ദിവസമെങ്കിലും സ്ട്രെച്ചസ് ചെയ്യണം. ആ സ്ട്രെച്ചസ് ചെയ്യുന്നതിൻ്റെ മുമ്പേ വാമപ്പ് എക്സസൈസസ് ചെയ്യണം. സ്റ്റാറ്റിക് സ്ട്രെച്ചസ് ആണ് കൂടുതലും ജനറൽ ഫിറ്റ്നസ്സിന് റെക്കമെൻഡ് ചെയ്യുന്നത്.
ഓരോ പ്രാവശ്യം സ്ട്രെച്ച് ചെയ്യുന്നത് 15 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെയെങ്കിലും ഹോൾഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം 2 മുതൽ 4 പ്രാവശ്യം അതേ സ്ട്രെച്ചസ് ചെയ്യാം. 50 വയസ്സിലും കൂടുതൽ പ്രായമുള്ളവർ സ്ട്രെച്ചസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഷോർട്ട് ഡ്യൂറേഷൻ, അതായത് 15 മുതൽ 30 സെക്കൻഡ് വരെയുള്ള സ്ട്രെച്ചസിനേക്കാളും അവർക്ക് ഗുണമുണ്ടാവുക 30 സെക്കൻഡ് മുകളിലേക്ക് 45 സെക്കൻഡ് 60 സെക്കൻഡ് പറ്റുമെങ്കിൽ അത്രയും ലോങ് ഡ്യൂറേഷൻ സ്ട്രെച്ചസ് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. നിങ്ങളൊരു എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പേ വാമപ്പ് എന്നുള്ള രീതിയിൽ ഡൈനാമിക് സ്ട്രെച്ചസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മസിലിൻ്റെ സ്റ്റിഫ്നെസ് കുറയ്ക്കാനും സാധിക്കും. എക്സസൈസ് ചെയ്യുന്ന സമയത്ത് റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് വർദ്ധിക്കാനും സാധിക്കുന്നതാണ് പറയുന്നത്. ഹൈ ഇൻറ്റൻസിറ്റിയിലുള്ള എക്സസൈസസും ആക്ടിവിറ്റീസും ചെയ്യുന്നവർക്ക്, ഉദാഹരണത്തിന് റണ്ണിങ്, ജമ്പിങ്, ബാസ്കറ്റ് ബോൾ, വോളിബോൾ ഇത്തരത്തിലുള്ള സ്പോർട്സിനൊക്കെ മുമ്പേ ഡൈനാമിക് സ്ട്രെച്ചസ് ആണ് നല്ലത്. നേരെ മറിച്ച് സാധാരണ രീതിയിലുള്ള വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസസ്, ഇത്തരത്തിലുള്ള എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പേ സ്റ്റാറ്റിക് സ്ട്രെച്ചസ് ആണ് നല്ലതെന്നാണ് പറയുന്നത്. ഇനി ഏത് സമയത്താണ് സ്ട്രെച്ചിങ് ചെയ്യേണ്ടതെന്നതും ഒരു കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റാണ്. നിങ്ങൾ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, ഏതെങ്കിലും തരത്തിലുള്ള സ്പോർട്സ് ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് മാക്സിമം ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് സ്ട്രെച്ചസ് ചെയ്യുന്നതെങ്കിൽ ആ ഇവൻറ്റിന് തൊട്ട് മുമ്പേ വാമപ്പിൻ്റെ രൂപത്തിൽ ഡൈനാമിക് സ്ട്രെച്ചസ് ചെയ്യുന്നതാണ് ബെനിഫിഷ്യൽ എന്നാണ് പറയുന്നത്. പ്രായം കൂടുതലുള്ളവർക്ക് സ്ട്രെച്ചസിനെ കൊണ്ട് മാക്സിമം ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സസൈസിനോടൊപ്പം തന്നെ ഏത് സമയത്താണെന്നുണ്ടെങ്കിലും സ്ട്രെച്ചസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അത് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്തു കഴിഞ്ഞാലും സ്ട്രെച്ചസ് ചെയ്യാൻ മറന്നു പോവാതെ ശ്രദ്ധിച്ചാൽ മതി. ഇനി ജോയിൻറ്റ് പ്രോബ്ലംസ് ഉള്ളവർക്കും കൺട്രാക്ചേഴ്സ് ഉള്ളവർക്കും മസിൽ സ്പാസം ഉള്ളവർക്കൊക്കെ റീഹാബിലിറ്റേഷൻ്റെ രൂപത്തിലും സ്ട്രെച്ചസ് ചെയ്യാം. പക്ഷേ അതിനൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് അവരുടെ അഡ്വൈസ് പ്രകാരം മുമ്പോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ജനറൽ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വാമപ്പ് ചെയ്യാം, അതിനുശേഷം എക്സസൈസ് ചെയ്യാം, അതിനുശേഷം സ്റ്റാറ്റിക് സ്ട്രെച്ചസ് എങ്കിലും ഒരാഴ്ചയിൽ 2 മുതൽ 3 ദിവസമെങ്കിലും ചെയ്യേണ്ടതാണ്. സ്ട്രെച്ചസ് ചെയ്യുന്ന ദിവസം 10 മിനിറ്റെങ്കിലും സ്ട്രെച്ചസ് ചെയ്യേണ്ടതാണ്. സ്ട്രെച്ചസ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫിറ്റ്നസ് ലെവൽ ഇമ്പ്രൂവ് ആവില്ല. അതിനോടൊപ്പം കാർഡിയോ എക്സസൈസസ് വേണം. നിങ്ങളുടെ ഹാർട്ട് റേറ്റ് കൂടുന്ന രീതിയിലുള്ള എക്സസൈസിനെയാണ് കാർഡിയോ എക്സസൈസസ് എന്ന് പറയുന്നത്. വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസസ് വേണം. നിങ്ങൾക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് മസിൽ വേസ്റ്റേജ് ഉണ്ടാവാതെ നോക്കാൻ വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസ് വേണം. മസിൽ ഗെയിൻ ഉണ്ടാക്കണമെങ്കിലും വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഏത് തരത്തിലുള്ള സ്ട്രെച്ചസ് ആണ് ചെയ്യുന്നത് അത് വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എക്സസൈസിനെ കുറിച്ചും ഫിറ്റ്നസിനെ കുറിച്ചും ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.